തല പൊട്ടുന്നു. എനിക്ക് ഓ, ഇവളെ കാണുമ്പോ എനിക്കിതെന്തായി പറ്റുന്നേ? കാണാൻ ഭംഗിയുണ്ടായിട്ട് എന്താ കാര്യം? കയ്യിലിരിപ്പ്. ഇനി എന്തായാലും എനിക്ക് അവളോടുള്ള ഇഷ്ടക്കേട് പ്രകടിപ്പിച്ചേ പറ്റൂ. ഇന്നലെ എനിക്ക് എന്താ പറ്റിയേ? ഒന്നും ഓർക്കാൻ പറ്റുന്നില്ലല്ലോ. ഇനി ഇവള് ഏയ് ഞാനൊന്നും ആലോചിച്ചില്ല. പിന്നെ എനിക്ക് നിന്റെ ബെഡ് കോഫി ഒന്നും വേണ്ട. നീ താഴോട്ട് പൊക്കോ. ധ്രുവ വെറുതെ എത്ര ചൂടായത് നമ്മുടെ വേദിക്ക് നല്ല വിഷമായിട്ടോ. പക്ഷേ അവളൊന്നും പറയാതെ ഭൂമിയിൽ നിന്നിറങ്ങി. ഇങ്ങനെ എന്നെ ഇഷ്ടമില്ലാഞ്ഞിട്ടാണോ? ഏയ്, അതൊക്കെ തോന്നലായിരിക്കണേ എന്റെ കൃഷ്ണ. റീക ചേച്ചി എന്തിനാ ഇത്ര നേരത്തെ എഴുന്നേറ്റേ? ഈ രുദ്ര, ഇവളെന്ത് സാധന എന്റെ ദൈവമേ! ഇന്നലെ അത് മുഴുവൻ വലിച്ചു കുടിച്ചിട്ട് അതിന്റെ വല്ല കൂസലുണ്ടോ നോക്കിയേ. അല്ലെങ്കിലും എന്നെ പറഞ്ഞാ മതിയല്ലോ. ഇനി സ്വന്തമായിട്ടൊരു വഴി കണ്ടെത്തുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതിന് നീ എന്തായാലും വീഴും എന്റെ രുദ്രമോളെ. അതെ, മോളെന്തിനാ ഇത്ര നേരത്തെ എഴുന്നേറ്റേ? കുറച്ചുകൂടെ നേരം റെസ്റ്റ് എടുത്തിട്ട് എഴുന്നേറ്റാ മതിയായിരുന്നു. എന്തായാലും ഈ ബെഡ് കോഫി കൊണ്ടേ ധ്രുവയ്ക്ക് കൊടുത്തിട്ട് വാ. അതൊന്നും സാരില്ല അമ്മേ, എനിക്ക് ക്ഷീണമൊന്നുമില്ല. അതെ, വീട്ടിലും ഇവള് നേരത്തെ തന്നെ എഴുന്നേക്കാറ്. അല്ല, ധ്രുവമോൻ എന്താ അവിടെ മാറി നിൽക്കുന്നേ? എല്ലാവരും ധ്രുവയെ ഒന്ന് നോക്കി. അവൻ ഒരു ചമ്മലോടെ ദുർഗയോടായി ചോദിച്ചു. അമ്മേ, എനിക്ക് കോഫി. സാധാരണ റൂമിലേക്ക് കോഫി ആയിട്ട് വന്ന് കുത്തി പൊക്കണവനെ, എന്നാലും എഴുന്നേക്കും. ഇപ്പതാ പുതിയ ശീലങ്ങളൊക്കെ തുടങ്ങിയല്ലോ. എനിക്ക് കോഫി വേണ്ട. ചേട്ടാ, ചേട്ടന്റെ കഴുത്തിൽ ഇതെന്താ ചുവന്ന് കിടക്കുന്നേ? സിന്ദൂരമാണോ? രുദ്ര, അതെന്തേലും ആവട്ടെ. ധ്രുവ, നീ പോയി ഫ്രഷ് ആയിട്ട് വാ. അല്ല, ഇതാരാ? അർജുൻ മോനോ? നീ ഇന്നലെ കൽപ്പറ്റയ്ക്ക് പോയതല്ലേ? പിന്നെന്താ ഇത്ര രാവിലെ ഇവിടെ? എന്റെ അപ്പച്ചി എങ്ങനെ വരാതിരിക്കും? എന്റെ ജീവനും ജീവിതവും ഇവിടെയല്ലേ. അവളെ സ്വന്തമാക്കാൻ ഈ അർജുൻ ഏത് നരകത്തിൽ വേണമെങ്കിലും പോകും. ദേ, നീ വെറുതെ പകൽക്കിനാവ് കാണണ്ട. കണ്ടില്ലേ അവൾ എത്ര സന്തോഷത്തിലാണെന്ന്? നീ ഇനി അത് തകർക്കാൻ നോക്കണ്ട. മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പോകുന്നതാ നല്ലത്. ഓ ഭീഷണി, ഇത് എന്റെ അടുത്ത് ചിലവാവില്ല. കാരണം അതിലും വലിയ തുറപ്പിച്ചിട്ട എന്റെ കയ്യിലുള്ളത്. ഒരു വജ്രായുധം. ഞാൻ എന്തോ ചെയ്താലും അതൊക്കെ അപ്പച്ചി സമ്മതിച്ചു തരും. ഇല്ലെങ്കിൽ അത് ഞാനങ്ങ് പ്രയോഗിക്കും. എന്നെ അറിയാലോ. ഇനി എനിക്ക് ഒന്നും മറച്ചു വെക്കാനില്ല. എല്ലാം മറച്ചു വച്ചത് അവൾക്ക് വേണ്ടിയാ. അർജുൻ! ചേച്ചി, എന്താ അപ്പച്ചി ഇത്? കാം ഡൗൺ. വേഗം എന്റെ എന്ത് വില കൊടുത്തും ഞാൻ അവളെ നേടിയിരിക്കും. ധ്രുവ പ്രാക്ടീസിന് പോവാൻ വേണ്ടി റെഡി ആവുകയായിരുന്നു. നമ്മുടെ വേഗനെ കണ്ടതും അവന് നല്ല ദേഷ്യം വന്നു. എങ്ങനെയാ എന്റെ കഴുത്തിൽ സിന്ദൂരം വന്നത്? അത് പിന്നെ ഞാൻ... ഇതാണോ എനിക്ക് ഇന്നലെ കലക്കി തന്നത്? അയ്യോ അയ്യോ, ഞാനൊന്ന്... അറിഞ്ഞില്ല, കണ്ടില്ല. ഇത് പറഞ്ഞ് നീ വലിയ സാവിത്രി ശമയൻ നോക്കണ്ട. ഇന്നലെ നമ്മൾ തമ്മിൽ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണക്കാരി നീ മാത്രമാണ്. അതിനൊന്നും ഉണ്ടായില്ല ധ്രുവേട്ട. അവളുടെ ഒരു പൂങ്കണ്ണീര് നീ മനസ്സിൽ കുറിച്ചോ? നീ ചിന്തിക്കുന്നതൊന്നും നടക്കാൻ പോകുന്നില്ല. കാതോരമായി ഊഞ്ചൽ കൊട് പെണ്ണെ ഉൻ കമ്മൽ പോലാ നാടുവേ കാലോരമായി സിരയിൽ ഇട് പെണ്ണെ ഉൻ ഗൊലുസാക ഞാൻ മാറും. എന്റെ പെണ്ണിനെ നീ, അവൾ എന്റെയാ. ഇനി ഇതധികം വിട്ടുകൊടുത്തൂടാ. ഇനി വാഴും നാട്കൾ എല്ലാം നിർത്തുന്നതിന്റെ കള്ളക്കണ്ണീര്. ഇപ്പൊ ഇവിടെ നടന്നതൊന്നും മനഃപൂർവ്വമല്ല. ഐ എം സോറി.
പിന്നീടുള്ള എല്ലാ ദിവസങ്ങളിലും ധ്രുവ വേഗയെ മാക്സിമം അവോയ്ഡ് ചെയ്തു. അവൾക്കത് നല്ല വിഷമായി. ഇതെല്ലാം നമ്മുടെ ശ്രീകും രുദ്രയും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ആരും കാണാതെ ഒന്നും മിണ്ടാതെ മെല്ലെ കിനാവും തലോടുമ്പോൾ ആഹാ, യാമിനി വന്നല്ലോ. എന്നാ ഞങ്ങൾ ഇറങ്ങാം മക്കളെ. ദുർഗ വരൂ. മാറ്റിവെക്കാൻ പറ്റാത്ത ഒരു ബിസിനസ് ട്രിപ്പ് ആയി പോയത്. ശരി മക്കളെ, എന്നാ ഞങ്ങള് പോയിട്ട് വരാം. ധ്രുവ, എന്റെ വേഗമോളെ നോക്കിക്കൊള്ളണേ. അതെന്ത് ചോദ്യ ആന്റി? ദേ, നിങ്ങളെല്ലാവരും ഇവിടെ നിന്നാ മതി. വിക്രാന്ത്, അർജുൻ കേട്ടല്ലോ. എന്നാ ഞങ്ങൾ പോയിട്ട് വരാം. ഇനി ഞാനിവിടെ കാണും. ഇവൻ ഗന്ധ്യം മിക്കവാറും എന്റെ കൈകൊണ്ടാകും. മണ്ണും ചരിയുന്നവൻ പെണ്ണും കൊണ്ട് പോകുന്ന തോന്നണേ അല്ലേടാ റാമേ? അതെ അതെ, ഇവിടെ ചിലർക്ക് ചിലതൊന്നും പിടിക്കുന്നില്ല. ദേ, രണ്ടും വായടച്ചിരുന്നു. നിനക്കൊക്കെ വല്ല പെണ്ണുണ്ടായിരുന്നാൽ അറിയായിരുന്നു എന്റെ വിഷമം. അവരെല്ലാം പോയതും ധ്രുവ വേഗേനെ അവനിൽ നിന്ന് അകറ്റി. അതവൾക്ക് ഒത്തിരി വിഷമായി. ധ്രുവേട്ട, അവിടെ നിന്നേ. എന്താ? എന്നോട് എന്തിനെങ്ങനെ അകൽച്ച കാണിക്കുന്നേ? അപ്പോ നിനക്കറിയാം ഞാൻ നിന്നെ അവഗണിക്കുന്നുണ്ടെന്ന്. അതിന് കാരണം നിന്റെ സ്വഭാവം തന്നെയാ. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ധ്രുവേട്ട, എന്റെ കൈ. നിനക്ക് വേദനിച്ചോ? ഇനി നീ വേദന എന്താന്ന് അറിയാൻ പോകുന്നതേ ഉള്ളൂ വേഗ. ഇതും പറഞ്ഞ് ധ്രുവ വേഗയെ തള്ളി മാറ്റി. ഇതെല്ലാം നമ്മുടെ രുദ്ര ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എന്റെ കൃഷ്ണ, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ? ധ്രുവേട്ടൻ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? എല്ലാം കണ്ടെത്താൻ എനിക്കൊരു വഴി കാണിച്ചു തരണേ. ചേട്ടാ. എന്താ മോളെ? ഏയ്, ഞാൻ വെറുതെ വന്നതാ. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ ചേട്ടന്? ഏയ്, എന്ത്? നിനക്ക് തോന്നുന്നതാവും. നീ ഇപ്പൊ ചെല്ല്. എത്ര കാലം ചേട്ടൻ ഇങ്ങനെ അഭിനയിക്കും? കണ്ടു നിൽക്കുന്ന എല്ലാവരും പൊട്ടന്മാരാന്ന് കരുതിയോ? വേഗ ചേച്ചിയെ എന്തിനാ ചേട്ടൻ ഇങ്ങനെ ഉപദ്രവിക്കുന്നേ? അത് പിന്നെ അവളെ ദേഹോപദ്രവം ചെയ്യാൻ മാത്രം ഞാൻ അത്ര ക്രൂരനല്ല. ദേഹോപദ്രവം മാത്രമാണോ ഉപദ്രവം? ചേട്ടൻ ആ പാവത്തിന് കൊടുക്കുന്ന മാനസിക വിഷമം എത്ര മാത്രമാണെന്നറിയൂ? കല്യാണം കഴിഞ്ഞു വന്ന അന്ന് മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നതാ ചേട്ടനിലെ ഈ മാറ്റം. എന്ന് നടന്നതും കൂടിയായപ്പോ ചോദിക്കാതിരിക്കാൻ തോന്നിയില്ല. രുദ്രമോളെ, ആ യാമിനി, നീ അറിയാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട്. അവർ നീ വിചാരിക്കുന്ന പോലെ ഒരാളല്ല. ആ സ്ത്രീയുടെ മകളാ വേഗ. അതേ സ്വഭാവം അവളിലും കാണും. വേഗ ചേച്ചി എന്ത് സ്വഭാവ ചേട്ടനോടെടുത്തേ? അതൊരു പാവ. ഒരാളെ പോലും ആ പാവം ഇന്നേ വരെ വേദനിപ്പിച്ചിട്ടില്ല. ചേട്ടൻ ചേച്ചിയെ മനസ്സിലാക്കാൻ ശ്രമിക്കാത്തോണ്ടാ. എനിക്ക് എന്റെ അപ്പു ചേച്ചിയെ പോലെയാ ചേച്ചി. അല്ല, എന്റെ അപ്പു ചേച്ചി തന്നെയാ. ചേട്ടന്റെ കൂടെ ഇപ്പം അപ്പു ചേച്ചി ആണെങ്കിൽ ചേട്ടൻ ഇങ്ങനെ ചെയ്യോ? എല്ലാവർക്കും നിന്നെ ഇഷ്ടമാണ്. ബട്ട് എനിക്കറിയില്ല ഞാൻ എന്താ നിന്നെ ഇത്രമാത്രം വെറുക്കുന്നതെന്ന്. എന്തായാലും അവളെ ഒന്ന് കണ്ട് സംസാരിക്കണം. ഹേ വേഗ, താൻ എന്താണോ ഇങ്ങനെ നിൽക്കുന്നേ? എന്താ പറ്റി എന്റെ വേഗ കുട്ടിക്ക്? ഏയ്, ഒന്നുമില്ല അർജുനേട്ടാ. എല്ലാവരും പോയപ്പോ ഒരു വിഷമം. വേഗ, എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കണം. എന്താ അർജുനേട്ടാ? താനിങ്ങ് വായോ, നമുക്ക് ഗാർഡനിൽ പോയി സംസാരിക്കാം. റൂമിൽ നിന്ന് ഇറങ്ങിയ ധ്രുവ
ഗാർഡനിൽ നിൽക്കുന്ന അർജുൻ്റെയും വേഗയുടെയും അടുത്തേക്ക് പോകുന്നു. പക്ഷേ അവൻ വന്നത് അവർ രണ്ടുപേരും കാണുന്നില്ല കേട്ടോ. വേഗ, നീയും ധ്രുവയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ് ഇല്ല. എന്തിനാ എന്റെ വേഗ നീ എന്നോട് ഇങ്ങനെ കള്ളം പറയുന്നേ? ഞാൻ നിന്റെയും ധ്രുവയുടെയും പെരുമാറ്റം ഇത്ര ദിവസം ശ്രദ്ധിക്കായിരുന്നു. നിങ്ങൾ തമ്മില് അത്ര രസത്തിലല്ലെന്ന് മനസ്സിലാക്കിയതും അങ്ങനെ തന്നെയാ. എന്തുണ്ടെങ്കിലും നിനക്ക് എന്നോട് പറഞ്ഞൂടെ? ഞാനുണ്ടാവും നിന്റെ കൂടെ. പിന്നെ മാരേജ് കഴിഞ്ഞ് അധികമൊന്നും ആയിട്ടില്ലല്ലോ. അവനുമായി ഒത്തുപോകാൻ പറ്റില്ലെങ്കിൽ നമുക്കിതങ്ങ് വേണ്ടാന്ന് വെക്കാം. അല്ലേലും അവന്റെ സ്വഭാവം എനിക്ക് തീരെ ഇഷ്ടമല്ല. അർജുനേട്ടൻ ഇതെന്തറിഞ്ഞിട്ടാ? ഞങ്ങൾ തമ്മിൽ ഇന്നേ വരെ പ്രശ്നം ഉണ്ടായിട്ടില്ല. ധ്രുവേട്ടന് എന്നെ ഒത്തിരി ഇഷ്ടമാ, അതുപോലെ എനിക്കും. പിന്നെ എന്റെ ഭർത്താവിന്റെ സ്വഭാവം അത് ചേട്ടന് ഇഷ്ടമായില്ലെങ്കിൽ വേണ്ട, എനിക്കിഷ്ട ഒരുപാട്. അതെങ്ങനെയായാലും. പിന്നെ എന്റെ കഴുത്തിൽ കിടക്കുന്ന ഈ താലി അതെന്റെ ഏട്ടൻ കെട്ടിയതാ. അത് വേഗയുടെ കഴുത്തിൽ മരണം വരെ ഉണ്ടാകും. അതിന്റെ ആയുസളക്കാൻ ആരും വരണ്ട. ഇത് കേട്ട നമ്മുടെ ധ്രുവയ്ക്ക് അവൻ അറിയാതൊരു സന്തോഷം വന്നു. അവൻ വേഗയുടെ അരികിലേക്ക് ചെന്നു. വേഗ, താൻ ഇവിടെ നിൽക്കുവാണോ? ഞാൻ എവിടെല്ലാം നോക്കിയെന്നറിയോ? താൻ ഇങ്ങ് വന്നേ. അല്ല, ഇതാരാ? അർജുനോ? ഹായ് അർജുൻ. ഹായ്. ഞങ്ങളെന്നാ അങ്ങ് ചെല്ലട്ടെ. ഇവിടെ എന്താ നടക്കുന്നതെന്ന് പോലും നമ്മുടെ വേഗയ്ക്ക് മനസ്സിലായില്ല. അവൾ ധ്രുവയുടെ കൂടെ പോകുന്നു. സോറി വേഗ, നേരത്തെ അങ്ങനെയൊക്കെ. ഏയ് അതൊന്നും കുഴപ്പമില്ല. ധ്രുവേട്ട, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിങ്ങൾക്ക് എന്നോട് ദേഷ്യമാണോ, വെറുപ്പാണോ, അതോ ഉള്ളഞ്ചുള്ളിൽ അല്പമെങ്കിലും സ്നേഹമുണ്ടോ? ഒന്നും എനിക്കറിയില്ല. എന്നാൽ ഒരു കാര്യം അറിയാം, നിങ്ങളാണെന്റെ ലോകം, എന്റെ പ്രണയം അത് നിങ്ങളാണ്. എന്നിലെ പ്രണയത്തിന്റെ ആദ്യവും അന്ത്യവും ധ്രുവേട്ട നിങ്ങൾ മാത്രമാണ്. ഇതെവിടെ പോയി? അല്ലെങ്കിൽ കണ്ണു തീർക്കുമ്പോൾ മുമ്പിൽ തന്നെ കാണാലോ തമ്പുരാട്ടിയെ. അവനതും പറഞ്ഞ് താഴേക്ക് വന്നതും പൂജാമുറിയില് ദീപം കൊളുത്തിക്കൊണ്ടിരിക്കുന്ന വേഗയാണ് കാണുന്നത്. അപ്പോ അവൻ അവളെ തന്നെ അങ്ങ് നോക്കി നിന്നു. അറിയില്ല പെണ്ണെ, നീ എനിക്ക് ആരാണെന്ന്. നിന്നെ ഇഷ്ടപ്പെടാൻ ഒരിക്കലും ആവില്ലെന്നും, എന്നാൽ നീ എനിക്ക് ആരെല്ലാമോ ആണെന്നും എൻ്റെ മനസ്സ് പറയുക. ബട്ട് നമുക്കിടയിൽ അങ്ങനെ ഒരു ബന്ധം അത് വേണ്ട. എൻ്റെ മനസ്സ് അതിപ്പോഴും അവളിൽ തന്നെയാണ്. എൻ്റെ അപ്പുവിന് ശേഷം ഞാൻ കണ്ട പേരെന്തെന്ന് പോലും അറിയാത്ത ആ പെൺകുട്ടിക്ക് തന്നെ. ഓ ധ്രുവ, എന്താ ഇപ്പൊ അവൾ അങ്ങനെ നോക്കി നിന്നേ? ഇനി അവൾ എന്തു കരുതി കാണോ എന്തോ. എന്തായാലും അവളിൽ നിന്ന് അകന്നേ പറ്റൂ. ധ്രുവേട്ട, തന്റെ ആ നോട്ടം എന്തോ എന്നെ ഇഷ്ടമാണ് നിങ്ങൾക്ക്. എന്നാൽ നിങ്ങളിൽ നിന്ന് ആ വാക്ക് കേൾക്കുന്നവരെ ഞാൻ എന്നും നിങ്ങൾക്ക് അന്യ തന്നെയാ. എന്നാലും ഒരു ഭാര്യ എന്ന നിലയിൽ നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും. ചേച്ചിക്കുട്ടി, എന്താ ഇന്ന് സ്പെഷ്യൽ? രുദ്രമോൾക്ക് എന്താ വേണ്ടേ? എനിക്ക് അല്ലെങ്കിൽ വേണ്ട, ചേച്ചിക്ക് ഇഷ്ടമുള്ളത് ഉണ്ടാക്കിക്കോ. ഇന്ന് എനിക്ക് ഫാസ്റ്റിംഗ് ആണ്. മുംബൈയിലുണ്ടായിരുന്നപ്പോ അവിടെ വരെ ചെയ്യുന്ന ഒരു പ്രത്യേകതരം ഫാസ്റ്റിംഗ് ആയത്. ഭർത്താവിന്റെ ഐശ്വര്യത്തിനും ദീർഘായുസിനും വേണ്ടി ഭാര്യമായി എടുക്കുന്ന വ്രതം. ജലപാനം പോലും പാടില്ലെന്ന. വൈകിട്ട് പൂർണ്ണചന്ദ്രനെയും കണ്ട് തന്റെ ജീവന്റെ പാതിയായ പുരുഷനിൽ നിന്ന് വെള്ളം വാങ്ങി കുടിക്കുന്നതിലൂടെ വ്രതം തീരും. അങ്ങനെയാ ആചാരം. വാവ്, എനിക്കിഷ്ടായി. എന്തായാലും ഞാനും എടുക്കും. അതിന് മോളാർക്ക് വേണ്ടിയാ വ്രതം എടുക്കുന്നേ?
ഹാ, അപ്പോ വേഗയുടെ ചേട്ടനല്ലേ രുദ്രയുടെ മണവാളൻ? അല്ലേ രുദ്ര? വേഗ, എനിക്കൊരു ചായ. രുദ്ര, അർജുനേട്ടൻ പറഞ്ഞതില് എന്തെങ്കിലും സത്യമുണ്ടോ? എന്റെ ചേട്ടൻ തന്നെയാണോ? ചേട്ടന് വേണ്ടിയാണോ മോളെ നീ വെറുതെ എടുക്കുന്നേ? വേണ്ട രുദ്ര, എന്റെ ചേട്ടനെ പറ്റി നിനക്കറിയാത്തോണ്ടാ. അങ്ങനൊരു ആഗ്രഹം നിനക്കുണ്ടെങ്കിൽ മോളെ അത് മറന്നേക്ക്. ചേച്ചി, സത്യം പറഞ്ഞാൽ എനിക്ക് വിക്രാന്തിനെ ഇഷ്ടമല്ല. അച്ഛന്റെ ഇഷ്ടത്തിന് നിന്ന് കൊടുക്കല്ലാതെ വേറൊരു നിവൃത്തിയില്ലാഞ്ഞിട്ടാ. പിന്നെ എനിക്ക് ഒരാളെ ഇഷ്ടാ, സ്റ്റീവ്, ചേട്ടന്റെ ഫ്രണ്ട്. അവന് വേണ്ടി വ്രതം എടുത്താലോന്നാ ഞാൻ ഓർത്തെ. ഓ എന്റെ രുദ്ര, എനിക്കിപ്പോഴൊന്ന് സമാധാനായി. എന്റെ ചേട്ടനെ എനിക്ക് നല്ലോണം അറിയാം. ആട്ടിൻ തൂണിട്ട ചെന്നായാണ് അയാൾ. അയാൾ മാത്രല്ല എന്റെ അമ്മയും. മകളായ ഞാൻ ഇതൊന്നും പറയാൻ പാടില്ലാത്തതാണ്. എന്നാൽ അവരുടെ പ്രവൃത്തിയാ എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറയിപ്പിക്കുന്നേ. എന്താണ് നാത്തോലും കൂടെ ഒരു കിന്നാരം വരച്ചിൽ? ഏയ്, ഞങ്ങളിങ്ങനെ വെറുതെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാ വേഗ ചേച്ചി വ്രതത്തെ പറ്റി പറഞ്ഞത്. അപ്പൊ ഞാനും എന്റെ ഹോപ്പേട്ടന് വേണ്ടി വ്രതം എടുക്കാൻ പോവാ. ചേച്ചി, ഞാനെന്നാ ഔട്ട് ഹൗസിൽ പോയി സ്റ്റീവിനെ കണ്ടിട്ട് വരാം. അപ്പോ ഞാൻ ചേട്ടനെ ഇങ്ങോട്ട് വിടാം. നേരം നെഞ്ചിൽ ചൊല്ലി നീ എൻ മിന്നും താലി പൊന്നിൽ എന്നും സ്വന്തം നീ. ഹോപ്പേട്ടാ, എന്താ ജാനു, വേഗം പറയേ. റാമിതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നോ എനിക്ക് തോന്നുന്നു. അതിനിപ്പ എന്താ, ഞാനെന്റെ ചിക്കനല്ലേ വിളിച്ചേ. ചുമ്മാ മനുഷ്യനെ വെറുതെ കളിപ്പിക്കാതെ നീ കാര്യം പറയൂ ജാനു. ജാനു, എന്തിനാ മോളെ, ഇനി നീ എനിക്ക് വേണ്ടി ഇങ്ങനൊന്നും ചെയ്യല്ലേ. എന്തോ എന്റെ ഹോപ്പേട്ടന് വേണ്ടി വ്രതം എടുക്കണമെന്ന് തോന്നി. ഇനി വാ, എനിക്ക് വെള്ളം താ. എന്താ രുദ്ര, ഇപ്പൊരു ചേച്ചിയെ കിട്ടിയപ്പോ ഇങ്ങോട്ടൊന്നും കാണാറില്ലല്ലോ. ഒന്ന് പോറാമേട്ടാ, ഞാൻ സ്റ്റീവിനെ കാണാൻ വന്നതാ. പിന്നെ ചേട്ടാ, ഒന്ന് വീട്ടിലേക്ക് ചെല്ലണേ. എന്തിനാ? വേണ്ട വേഗ, നീ എനിക്ക് വേണ്ടി ഇതൊന്നും ചെയ്യണ്ട. നമ്മൾ തമ്മിൽ ഒരിക്കലും ഒന്നായിക്കൂടാ. എനിക്കതിനാവുന്നില്ല. ഞാൻ നിനക്ക് ആരുമല്ല. അതുകൊണ്ട് ഞാൻ മൂലം നിന്റെ ഹൃദയം വേദനിപ്പിക്കണ്ട. എന്താണ് രുദ്രമേഡം ഈ വഴിയൊക്കെ? കൂട്ടിന് പുതിയ ചേച്ചി വന്നപ്പോ നമ്മളെയൊന്നും വേണ്ടല്ലോ. ചുമ്മാ എന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ. ഇന്ന് ഞാൻ നിനക്ക് വേണ്ടി വ്രതം എടുത്തിരിക്കാം. വേഗം എനിക്ക് വെള്ളം തന്നേ. എന്തിനാ രുദ്ര ഇതൊക്കെ? ഒന്നും പറയണ്ട. രാത്രി ഒരുപാട് നേരം വൈകിയാണ് ധ്രുവ റൂമിലെത്തുന്നത്. റൂമിൽ ലൈറ്റ് ഇടാത്ത കാരണം വേഗം ഉറങ്ങിയെന്ന് അവൻ കരുതി. എന്നാൽ അവൾ സ്ഥിരം കിടക്കുന്ന കൗച്ചിൽ അവൻ അവളെ കണ്ടില്ല. അതുകൊണ്ട് ലൈറ്റ് ഇട്ട് നോക്കുന്നു. അപ്പോഴാണ് അവൾ ബോധമില്ലാതെ താഴെ കിടക്കുന്നത് കാണുന്നത്. വേഗ വേഗ, ചേച്ചിക്ക് എന്താ പറ്റിയേ? ധ്രുവ, എന്താടാ? അറിയില്ല, ഡോക്ടർ അവളെ നോക്കിക്കൊണ്ടിരിക്കാം. മിസ്സിസ് വേഗാധ്രുവ? യെസ് മാം. അവൾക്കിപ്പോൾ എങ്ങനെയുണ്ട്? ധ്രുവ, താനെന്താ വൈഫിനെ ശ്രദ്ധിക്കാറൊന്നുമില്ലേ? അവളുടെ ബോഡി വളരെ വീക്കാണ്. വൈഫിന് മുമ്പ് എന്തെങ്കിലും വയ്യായ്കയോ മറ്റോ ഉണ്ടായിരുന്നോ? എന്തായാലും നന്നായി കെയർ ചെയ്യണം. ആഹാരം, വെള്ളം, മെന്റൽ ഹെൽത്ത് എല്ലാം ആ കുട്ടിക്ക് അത്യാവശ്യമാണ്. എന്തായാലും ഇന്ന് ഒബ്സർവേഷനിൽ ഇരിക്കട്ടെ. ഇപ്പോ ആൾ ഓക്കെയാണ്. 5 മിനിറ്റ് കഴിഞ്ഞ റൂമിലേക്ക് മാറ്റാം.
സ്റ്റീവ്, നീ അവളെ കൊണ്ട് വീട്ടിലേക്ക് പോയിക്കോ. ഇവിടെ ഇപ്പോ പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ലല്ലോ. ഞങ്ങളിവിടെ നിൽക്കാൻ ധ്രുവ. സ്റ്റീവ്, നമുക്ക് പോവാം. ചേട്ടൻ ചേച്ചിയെ നോക്കട്ടെ. പിന്നെ ചേച്ചി വ്രതത്തിലാ. പറ്റിയ ആ പാവത്തിന് കുറച്ച് പച്ചവെള്ളം കൊടുക്കാൻ നോക്ക്. വാ സ്റ്റീവ്, നമുക്ക് പോവാം. ധ്രുവ, ഞങ്ങളെന്നാ വരട്ടെ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്ക്. വേഗ, ആർ യു ഓക്കെ? ദാ ഈ വെള്ളം കുടിക്കേ. ഇനി ഞാൻ വെള്ളം തരാതെ തനിക്കൊരു ബുദ്ധിമുട്ട് വേണ്ട. അത് പിന്നെ ഓ, മനസ്സിലായി. जो ना कह सके तुम, जो ना कह सके हम, जो ना कह सके तुम. ധ്രുവേട്ടാ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ഈ വിവാഹത്തിന് ഒട്ടും സമ്മതില്ലായിരുന്നല്ലേ? എനിക്കത് ഇപ്പോഴാ മനസ്സിലായി. നമ്മൾ തമ്മിൽ കല്യാണം കഴിക്കാനുള്ള കാരണക്കാരി എന്റെ അമ്മയാണോ? രുദ്ര അവളെന്ന് പറഞ്ഞപ്പോഴാ ഞാൻ എല്ലാം അറിയുന്നത്. രുദ്രയും എന്റെ ചേട്ടനുമായുള്ള വിവാഹക്കാര്യം. ഞാനത് ഒരു തടസ്സം നിന്നാലോ എന്ന് വെച്ചിട്ടാവണം. അവര് എന്നോടൊന്നും പറഞ്ഞില്ല. ഇന്ന് രുദ്ര പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂട്ടി വായിച്ചപ്പോ എനിക്ക് എന്തോ ഒരു തോന്നൽ. അമ്മ എന്തോ ഒരു ചതി നടത്തിയിട്ടുണ്ട്. അതെന്താ, തനിക്ക് തന്റെ അമ്മയെ വിശ്വാസമില്ലേ? പിന്നെ നിന്റെ അമ്മ ഒരു നാടകം കളിച്ചു തന്നെയാ നമ്മുടെ മാരേജ് നടത്തിയത്. എനിക്ക് തന്നെ ഭാര്യയായി കാണാനാവില്ല. സത്യങ്ങൾ ആരോടും തുറന്നു പറയാൻ പോലും പറ്റാത്ത വിധം ആ സ്ത്രീ എന്റെ വായ തന്ത്രപൂർവ്വം മൂടിക്കെട്ടി. വേഗ, താനും ഇതിനൊക്കെ കൂട്ടുനിന്ന ഞാൻ കരുതി. എന്റെ ചേട്ടനെയും അമ്മയും പറ്റി എനിക്ക് നന്നായിട്ടറിയാം. മാരേജിന് മുമ്പ് ഒന്ന് തുറന്ന് സംസാരിക്കാൻ ഞാനും കുറെ ശ്രമിച്ചതാ. ബട്ട് ഒന്നും നടന്നില്ല. എന്തായാലും ഇപ്പൊ എല്ലാ കാര്യത്തിനും ഒരു ക്ലാരിറ്റിയായി. രുദ്ര അവൾ ഒരിക്കലും എന്റെ ഏട്ടന്റെ ഭാര്യ ആവില്ല. ആരോട് വേണമെങ്കിലും ഞാൻ എന്റെ ഏട്ടനെ പറ്റി പറയാൻ തയ്യാറാ. പെണ്ണിനും മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട കൊട്ടേഷൻ മാത്രം ഒരു തൊഴിലാക്കിയ പക്കാ ക്രിമിനൽ. രുദ്രയെ പോലെ ഒരു പാവം കുട്ടിയെ പിച്ച് ചീന്താൻ ഞാൻ ഒരിക്കലും കൂട്ടി നിൽക്കില്ല. അത് ഈ വേഗയുടെ വാക്കാ. ഇപ്പോ എന്നോടുള്ള വെറുപ്പ് കൂടിയെന്ന് എനിക്കറിയാം. നിങ്ങളെപ്പോലുള്ള നല്ല ആളുകൾക്കൊന്നും ഞങ്ങളുടെ ഫാമിലിയെ അക്സെപ്റ്റ് ചെയ്യാനാവില്ലല്ലോ. വേഗ, जो ना कह सके हम, जो ना कह सके तुम, जो ना. എടോ, താൻ കൗച്ചിൽ കിടക്കണ്ട, ബെഡിൽ കിടന്നു. വേഗം അവൾ വന്ന് ബെഡിൽ കിടന്നു. മനസ്സും ശരീരവും തളർന്നുകൊണ്ടായിരിക്കണം അന്ന് മുഴുവൻ അവൾ ധ്രുവയെ തന്നെ ഓർത്തിരുന്നു. അത് പിന്നെ എന്താടോ, താൻ കാര്യം പറ. അത് പിന്നെ ഞാനിവിടുത്തെ ആർട്സ് കോളേജില് ഒരു 6 മന്ത് കോഴ്സിൽ ചേർന്നിരുന്നു. മാരേജ് ഒക്കെ ആയതുകൊണ്ട് പോവാൻ പറ്റിയിരുന്നില്ല. അതുകൊണ്ട് ഞാനതിന് പോയിക്കോട്ടെ. ആ കോഴ്സ് കംപ്ലീറ്റ് ആക്കാനാ. ഓക്കെ, പിന്നെ അതിനൊന്നും താൻ അനുവാദം ചോദിക്കണ്ട കേട്ടോ. താൻ തന്നെ ഇഷ്ടം പോലെ ചെയ്തോ. താങ്ക് യു. ഞാനെന്നാ ഇന്നു മുതൽ പോവാണ്. വേഗരടിയായി താഴെ വന്നതും അർജുൻ അവിടെ താഴെ നിൽപ്പുണ്ടായിരുന്നു. ധ്രുവയും അവിടെ വേഗയെ നോക്കി നിൽക്കുന്നു. വേഗ, വാ, ഞാൻ തന്നെ കോളേജിലാക്കാം.
ഇപ്പൊ പോവും അവന്റെ കൂടെ. വേണ്ട അർജുനേട്ടാ, എന്റെ കൂടെ ഫ്രണ്ട്സ് കാണും. പിന്നീട് അങ്ങോട്ടുള്ള ദിവസം അർജുൻ വേഗയോട് എടുക്കുന്നത് ധ്രുവയ്ക്ക് അത്ര ഇഷ്ടപ്പെട്ടിരുന്നില്ല. വേഗ, ഞാൻ കൊണ്ടുപോയി വിടാം. ഒരു 5 മിനിറ്റ്. എന്റെ ന്യൂ ബൈക്ക് വന്നു. ഞാനൊന്ന് ഫ്രഷ് ആയി ഇപ്പൊ വരാം. ന്യൂ ബൈക്ക്, നിനക്കതില് അവളെ തന്നെ കൊണ്ടുപോകണല്ലേ? ശരിയാക്കി തരാടാ. അർജുൻ റെഡിയായി വന്നു. ഇതെല്ലാം ധ്രുവ നോക്കി നിൽക്കുന്നു. എന്തു പറ്റി അർജുനേട്ടാ? ഇതിലിപ്പോ എയർ ഇല്ല. ഇതെങ്ങനെ? ഛേ, എന്താ ഇവിടെ പ്രോബ്ലം? ദേ നോക്കിയേ, ബൈക്കിന്റെ എയർ പോയിരിക്കുന്നു. ഇനിയിപ്പോ എങ്ങനെയാ പോവാ? വേഗ, താൻ വാ, ഞാൻ എന്തായാലും ആ വഴിക്കാ. ഇത് ഡാൻസർ ധ്രുവയല്ലേ? വാടി, നമുക്കൊന്ന് പരിചയപ്പെടാം. ഹായ്, ഡാൻസർ ധ്രുവയല്ലേ? ആ അതെ. സർ, ഞങ്ങളൊരു ഫോട്ടോ എടുത്തോട്ടെ പ്ലീസ്? യാ ഷുവർ. ഓ, ഇതെന്ത് കഷ്ടമാ. നിൽക്കുന്ന കണ്ടില്ലേ, ഒക്കെ ചക്ക കണ്ട് ഈച്ച പോലെ. അതെങ്ങനെയാ? ചോദിച്ചപ്പോഴേക്കും അങ്ങ് സമ്മതിച്ചില്ലേ? സർ, ഇതാരാ? സിസ്റ്റർ ആണോ? ഏയ് സിസല്ല, മൈ വൈഫ്. ഏക, അവളെ ഞാൻ എന്തിനാ എന്റെ വൈഫാണെന്ന് പറഞ്ഞേ? എന്തിനാ ഞാൻ അർജുന്റെ വണ്ടി കേടാക്കിയേ? എനിക്ക് എന്തായി പറ്റണേ? വേണ്ട, ഈ ബന്ധം അത് നീണ്ടു പോയിക്കൂടാ. വേണ്ട വേഗ, അർഹിക്കാത്തത് ആഗ്രഹിച്ചുകൂടാ. ധ്രുവേട്ടൻ അത് നിനക്ക് വിധിച്ചിട്ടുള്ളതല്ല. The way you talk make me higher. Heart melts down and I go da-da-da-ya. Don't get faded, no, no, I'm not a player. Open your heart, girl, I wanna stay. എടാ രാമേ, ടൈം എത്രയായി? ടൈം 3 മണിയായി. എന്താടാ? ഏയ്, ഞാനിപ്പോ വരാം. ഇവനിതെങ്ങോട്ടീ പാഞ്ഞു പോണേ? വേഗ ബസ് സ്റ്റോപ്പിൽ നിൽക്കായിരുന്നു. അപ്പോഴാണ് ധ്രുവ അവൾക്ക് മുമ്പിൽ കാർ നിർത്തിയത്. വേഗ ഒന്ന് അന്തം വിട്ട് നിൽക്കുന്നു. വേഗ, താൻ കയറ്. ഞാൻ ഈ വഴി പോയപ്പോ തന്നെ കണ്ടു. അർജുനേട്ടാ, ഞാൻ ധ്രുവേട്ടന്റെ കൂടെ. ധ്രുവ, ഇതൊക്കെ എന്താ? പാടില്ല. എന്താ എന്റെ മനസ്സിങ്ങനെ? എനിക്ക് എന്തായി പറ്റുന്നേ? സ്റ്റീവ്, നീ വരുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ
ചിലപ്പോ ഔട്ട് ഹൗസിലേക്ക് വരും. എന്താ രുദ്ര ഇത്? ധ്രുവ പറഞ്ഞതല്ലേ, ആരെങ്കിലും കണ്ട? അതൊന്നും എനിക്കറിയണ്ട, വന്നേ പറ്റൂ. ഞാൻ പുറത്ത് പൂളിന്റെ അടുത്തുണ്ട്. ഈ സമയത്ത് ആരും അവിടെ വരില്ല. ശരി, എന്നാ ഞാൻ വരാം. എന്താ രുദ്ര നിന്റെ ഒരു വാശി? ഇന്ന് എന്ത് ദിവസാന്ന് നിനക്കറിയോ? എന്ത് ദിവസാ? എന്താ മറന്നൂലേ? നീ എന്നെ പ്രപ്പോസ് ചെയ്തത് അല്ല, ഞാൻ നിന്നോട് തിരിച്ചിഷ്ടാന്ന് പറഞ്ഞത്. ഓർമ്മയില്ലാടാ. മറന്നോ? എനിക്ക് വേണ്ടി എന്റെ സ്റ്റീവ് ഭൂമിയിലേക്ക് പിറന്നു വീണ ദിവസമാണ്. ഹാപ്പി ബർത്ത്ഡേ ചായ. Bloody idiot! ശബ്ദം കേട്ട് എല്ലാവരും അങ്ങോട്ട് ഓടി വരുന്നു. രുദ്ര സ്റ്റീവിന്റെ മുമ്പിലായി നിന്നു. തൊട്ടു പോവരുത്. ഞാൻ വിളിച്ചിട്ടാ സ്റ്റീവ് വന്നേ. ഞങ്ങള് പരസ്പരം ഇഷ്ടത്തിലാ. രുദ്രയെ തല്ലാൻ വിക്രാന്ത് കൈയൊങ്ങിയതും ധ്രുവ അവനെ തല്ലാൻ വരുന്നു. ആ സമയം വേഗം എടുത്തു കയറി. തൊട്ടു പോവരുത് ഏട്ടൻ അവളെ. ഇപ്പോ ഈ നിമിഷം ഇവിടെ നിന്ന് ഇറങ്ങണം. അർജുനേട്ടാ, ഏട്ടനെയും കൊണ്ട് വീട്ടിലേക്ക് പോ. ഇനി ഇവിടെ നിൽക്കണ്ട. ഹായ് മോളെ. ധ്രുവ. മാം വരൂ. ഞാൻ വൈഫിനോടെല്ലാം പറഞ്ഞു, അവൾക്ക് സമ്മതമാണ്. എങ്കിൽ ഓക്കെ, വേഗയെ വിളിച്ചോളൂ. മ്യൂച്വൽ ഡിവോഴ്സ് ആയതിനാൽ വേറെ ഫോർമാലിറ്റീസ് ഒന്നുമില്ല. കഴിയുന്നതും പെട്ടെന്നാക്കാം. മാരേജ് കഴിഞ്ഞ് അധികമായിട്ടില്ല, അതാ ഒരു പ്രോബ്ലം. എന്തായാലും രണ്ടാളും സൈൻ ചെയ്തോളൂ. എന്താ ചേട്ടാ, ഇതൊക്കെ എന്താ? ഞാനും വേഗയും ഒത്തുപോവില്ല. യാമിനി ആന്റി ചെയ്ത തെറ്റിന് ആ പാവം എന്ത് ചെയ്തു? ഏട്ടൻ ഇങ്ങ് വന്നേ. ചേട്ടനെ ആ പാവം സ്നേഹിച്ചിട്ടേ ഉള്ളൂ. ചങ്ക് പൊട്ടിയ ആ പേപ്പേഴ്സിൽ ചേച്ചി ഒപ്പിട്ടിരിക്കണേ. ചേട്ടൻ ആർക്ക് വേണ്ടിയാ ആരെയായി കാത്തിരിക്കണേ? രേഖ ചേച്ചിയുടെ സ്നേഹം ചേട്ടൻ മനസ്സിലാക്കാതെ പോയാൽ ചേട്ടൻ ഇതിനെ ദുഃഖിക്കേണ്ടി വരും. കാതോരമായി ഊഞ്ചൽ കൊട് പെണ്ണെ ഉൻ കമ്മൽ പോല നാടുവേ കാലോരമായി സിരയിൽ ഇട് പെണ്ണെ ഉൻ മാറി നിൽക്കു ചേട്ടാ. അതേ മിസ്സിസ് ധ്രുവ, തനിക്കിന്ന് ഒരു സർപ്രൈസ് ഉണ്ട്. പോതും എന്റെ ഉയരേ ഉലകമേ.
വേഗ, എനിക്കറിയില്ല നീ എങ്ങനെയാണ് എന്റെ മനസ്സ് കീഴടക്കിയെന്ന്. ഇഷ്ടമാണ്, മറ്റെന്തിനേക്കാളും നിന്നെ എനിക്ക് വൈകിപ്പിക്കുന്നില്ല. ഇന്ന് തന്നെ ഞാൻ എന്റെ മനസ്സ് തുറക്കും. പിന്നെ നീ എന്റെ മാത്രമാകും. എന്താണ് ചേട്ടാ, നല്ല കട്ട റൊമാൻസിലാണല്ലോ. അത് പിന്നെ എനിക്കിഷ്ട നിന്റെ കുറുമ്പി ചേച്ചിയെ. അതെന്തായാലും നന്നായി ചേട്ടാ. ചേട്ടന്റെ അടുത്ത് നിന്ന് ഇങ്ങനെ ഒരു വാക്ക് കേൾക്കാൻ എന്റെ ചേച്ചി എത്രമാത്രം ആഗ്രഹിച്ചിട്ടുണ്ടെന്നറിയോ. എന്നാ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ, കോളേജ് വിടാൻ ടൈം ആയിട്ടുണ്ടാവും. ബെസ്റ്റ്. എന്റെ ചേട്ടാ, 3:30 കോളേജ് വിടാ. ഇപ്പതാ 2 മണി ആവുന്നതേ ഉള്ളൂ. ഓ, ഞാൻ പെട്ടെന്ന് വെപ്രാളത്തില്. വേഗ ചേച്ചിയെ പറ്റിയുള്ള കാര്യങ്ങൾ ചേട്ടനോട് പറഞ്ഞാലോ? അതെ, പറയാം. ആ സത്യം കൂടി ചേട്ടൻ മനസ്സിലാക്കിയ പിന്നെ അവർ എന്നും ഹാപ്പി ആയിരിക്കും. രുദ്ര, എന്തായാലും ഞാനിപ്പോ ഇറങ്ങാം. വേഗ, നമുക്കെന്നാ നേരത്തെ ഇറങ്ങിയാലോ? പ്ലീസ് ഡി, മുടക്കൊന്നും പറഞ്ഞേക്കല്ലേ. ഇന്നലെ പറഞ്ഞപ്പോ ഇന്നിറങ്ങാന്നല്ലേ പറഞ്ഞേ? ശരി, ബട്ട് ഒരു കണ്ടീഷൻ. ഞാൻ നേരെ വീട്ടിലോട്ട് പോവും. ഓ ആയിക്കോട്ടെ, നമുക്കൊന്നും മനസ്സിലാവില്ലാന്നാ. ഒന്ന് പോടി, വെറുതെ കളിയാക്കാതെ. ചേട്ടാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ചേട്ടൻ ചേച്ചിയെ പ്രപ്പോസ് ചെയ്യുന്നതിന് മുമ്പ് ഈ കാര്യം കൂടി അറിഞ്ഞിരിക്കണം. എന്താ മോളെ, നീ വേഗം പറയ്, എനിക്കൊട്ടും ടൈമില്ല. അത് പിന്നെ നമ്മുടെ വേഗ ചേച്ചി അപ്പു ചേച്ചി തന്നെയാ. എന്താ രുദ്ര നീ പറയുന്നേ? അതെ ചേട്ടാ, ചേച്ചിയെ പെണ്ണ് കണ്ടു വന്ന അന്ന് തന്നെ ഞാനെല്ലാം അറിഞ്ഞിരുന്നു. ചേട്ടൻ ഓർക്കുന്നില്ലേ അന്ന് അവർ പോയ യാത്ര? വേദിയുടെ അച്ഛനമ്മയും സൂര്യകർമ്മയുടെ വീടിന്റെ അടുത്ത് തന്നെയാണ് താമസം. ഇരുവരും ബിസിനസ് പാർട്ട്നേഴ്സ് കൂടെയാണ്. ദുർഗാമേ, ധ്രുവ എവിടെ? പോവാൻ നേരായല്ലോ. അയ്യോ, അപ്പൊ അങ്കളൊന്നും മോളോട് പറഞ്ഞില്ലേ? രണ്ടാളും അകത്ത് പനിച്ചു കിടക്കുന്നുണ്ട്. ഇല്ലല്ലോ, ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാട്ടോ. എടാ പട്ടി, എഴുന്നേക്കടാ. നീ വരുന്നില്ലേ ക്ഷേത്രത്തിലേക്ക്? ഓ, ഈ കുരിപ്പ്. എന്റെ പൊന്നു മോളെ, എനിക്ക് വയ്യ. വരണമെന്ന് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ലാടി, വയ്യാത്തോണ്ടാ. എനിക്ക് മാത്രല്ല, രുദ്രയ്ക്കുണ്ട്. സോറിഡി, നീ ഇനി ഇതും പറഞ്ഞ് മുഖം വീർപ്പിക്കലേടി പെണ്ണേ. അല്ല, പിന്നെ ഒരു കാര്യം, നീ എന്തിനാ ആ 10ാം ക്ലാസ്സിലെ ചേട്ടനെ പോയി തല്ലിയേ? ഞങ്ങളുടെ 8th ബ്ലോക്കിലെ എല്ലാവരും അറിഞ്ഞു. 8th ബ്ലോക്കിൽ മാത്രമേ അറിഞ്ഞുള്ളൂ. ഞങ്ങളുടെ 9th ബ്ലോക്കില് സംഭവം ഫ്ലാഷ് ആയിന്നാ ഞാൻ കേട്ടെ. എടാ പന്നി, നിന്നെ ഞാനൊന്ന് കൊല്ലുവടാ. എടി അപ്പോ മതിയേടി, വേദനിക്കുന്നു. നിനക്കിപ്പൊ എന്താ അറിയണ്ടേ? ഞാൻ എന്തിനാ അവനെ പിടിച്ച് തല്ലിയെന്നല്ലേ? എന്റെ അപ്പൂനെ പറ്റി മോശമായി പറഞ്ഞ ഞാൻ പിടിച്ചു തല്ലും, അതിപ്പോ ആരായാലും. അത് എന്തിനാടാ? അവരെന്തെങ്കിലും പറയട്ടെ. അങ്ങനെ ആർക്കും എന്തും പറയാൻ ഞാൻ എന്റെ അതൊന്നുമില്ല. എന്റെ ചട്ടമ്പി, നീ ഇപ്പൊ പോ. എടാ, എനിക്ക് പോവണ്ടടാ. പറ്റില്ല, നീ എന്തായാലും പോണം. നീ പോയിട്ട് വരുമ്പോ ഞാൻ നിനക്കൊരു അടിപൊളി സർപ്രൈസ് തരുന്നുണ്ട്. ആണോ? എന്നാ ഓക്കെ. അച്ഛാ, നമ്മൾ എപ്പോഴാ വീട്ടിലെത്താ? എന്റെ ദാസേട്ടാ, രാവിലെ തുടങ്ങിയതാ ഇവള്. രുദ്രയും ധ്രുവയുണ്ടെങ്കിൽ ഇപ്പൊ വീട്ടിലെത്തുന്നതായിരുന്നു വിഷമം. നാളെ വെളുപ്പിനാവുമ്പേക്കും എത്തുമൊക്കെ മോളെ. ജീന, നമുക്ക് നാളെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോയാ പോരെ? ഇന്ന് ഇവിടെ നിൽക്കാം.
പറ്റില്ല, എനിക്ക് ഇപ്പൊ തന്നെ പോകണം. ശരി, ഞാൻ വെറുതെ പറഞ്ഞതാ. സൂര്യ, ഞാനൊന്ന് മയങ്ങട്ടെ. നല്ല ക്ഷീണം. നാളെ ബിസിനസ് മീറ്റിംഗ് ഉള്ളതല്ലേ. നിനക്ക് ഉറങ്ങണമെങ്കിൽ വണ്ടി സൈഡാക്കിക്കോ. ഏയ്, എനിക്ക് ഉറക്കമൊന്നും വരുന്നില്ല. നീ വേണമെങ്കിൽ മയങ്ങിക്കോ, ഞാൻ സൂക്ഷിച്ചു പിടിച്ചോളാം. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ സൂര്യയുടെ കണ്ണൊക്കെ ചിമ്മി തുടങ്ങി. മുമ്പിൽ വന്ന വണ്ടി അവൻ കണ്ടില്ല. പുറത്തേക്ക് തെറിച്ചു വീണ കാരണം സൂര്യയ്ക്കൊന്നും സംഭവിച്ചില്ല. പക്ഷേ ഒരു നിമിഷം കൊണ്ട് അവൻ്റെ അശ്രദ്ധ കാരണം ഒരു കുടുംബം തന്നെ ഇല്ലാതായി. ഏട്ടാ, നമ്മുടെ അച്ഛൻ കാരണം ചേച്ചിക്ക് എല്ലാവരെയും നഷ്ടപ്പെട്ടെ. ചേച്ചിയുടെ ഓർമ്മ അത് ഇതുവരെ തിരിച്ചു കിട്ടിയിട്ടില്ല. നമ്മൾ ആരാണെന്നോ ചേച്ചിക്ക് ഇങ്ങനൊരു പാസ്റ്റ് ഉണ്ടെന്നോ ആ പാവത്തിനറിയില്ല. അച്ഛൻ്റെ അശ്രദ്ധ അത് ചേച്ചിയുടെ അച്ഛനും അമ്മയായി ഇല്ലാതാക്കിയേ. ഇതൊന്നും ഇതുവരെ യാമിനി ആൻറ്റിയും ചേച്ചി അറിയിച്ചിട്ടില്ല. ഇതൊന്നും ചേട്ടൻ ചേച്ചിയെ ഒരിക്കലും അറിയിക്കരുത്. നമ്മുടെ അച്ഛൻ കാരണം ചേച്ചിക്ക് എല്ലാവരും നഷ്ടപ്പെട്ടേന്നറിഞ്ഞ രുദ്ര, എന്താ ഇവിടെ? അത് പിന്നെ ചേച്ചി അപ്പു വേഗ അവിടെ നിന്ന് കരഞ്ഞ് പുറത്തേക്ക് നടന്നു. ചേച്ചി പ്ലീസ് പോവല്ലേ. അപ്പു പ്ലീസ് പോവല്ലേ, ഞാൻ പറയുന്നൊന്ന് നീ കേൾക്ക്. വേണ്ട, കേട്ടെടുത്തോളം മതിയായി. എനിക്ക് ഇങ്ങനെ ഒരു പാസ്റ്റുള്ള കാര്യം എനിക്ക് അറിയുക കൂടിയില്ല. എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ മുഖം എന്താണെന്ന് പോലും എനിക്കറിയില്ല. അപ്പു വേണ്ട, ഇനി ആരൊന്നും പറയണ്ട. എന്റെ പിന്നാലെ ആരും വരികയും വേണ്ട. എല്ലാരും കൂടെ എന്നെ ഒറ്റയ്ക്കാക്കിയില്ലേ. അല്ലെങ്കിലും ഞാൻ ആരാളെ? എനിക്ക് ഇതുവരെ സ്വന്തം എന്ന് പറയാൻ ആരെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? എല്ലാവരും എണീറ്റിട്ട് പോയിട്ടേ അല്ലേ ഉള്ളൂ. എനിക്കൊന്നും ഓർമ്മ വരുന്നില്ലല്ലോ. അപ്പു എന്റെ പിന്നാലെ വരണ്ടെന്നല്ല ഞാൻ പറഞ്ഞേ. ഇനി വന്നാ ഞാൻ എന്റെ ജീവൻ തന്നെ ഇല്ലാതാക്കിയെന്ന് വരും. ഇത് എന്താടാ? ഇതൊരു ചിപ്പ. ഇനി അവളെ ആര് കാണാൻ വന്നാലും അവർ തമ്മിലുള്ള സംസാരം എനിക്കറിയാൻ പറ്റും. കോളേജ് വിട്ടു വരുന്ന മേഘേനെയും കാത്ത് രുദ്ര പുറത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ചേച്ചി രുദ്രമോളെ, ചേച്ചി എന്നെ വെറുക്കല്ലേ. അച്ഛൻ ചെയ്ത തെറ്റിന് ഞാനും ഏട്ടനും എന്താ ചെയ്തേ? സ്നേഹിച്ചിട്ടേ ഉള്ളൂ ചേച്ചിയെ ചേട്ടൻ. എത്ര നാളായിരുന്നോ ഒന്ന് സമാധാനമായി ഉറങ്ങിയിട്ട്. അന്ന് ചേച്ചിയെ പ്രപ്പോസ് ചെയ്യാൻ വരുമായിരുന്നു. അപ്പോഴതൊക്കെ എല്ലാവരെയും ചേച്ചി വെറുത്തു. പക്ഷേ എൻ്റെ ഏട്ടനെ മാത്രം വെറുക്കരുത്. നിങ്ങൾ എന്നും ഒന്നിച്ച് തന്നെ ജീവിക്കണം. നാളെ എൻ്റെയും സ്റ്റീവിൻ്റെയും രജിസ്റ്റർ മാരേജാ. ചേച്ചി വരണം. എന്നാ ഞാൻ പോവാ. ഇതേ സമയം അർജുൻ ചിപ്പ് ഘടിപ്പിച്ച മാല മേഘയുടെ കഴുത്തിൽ നിന്ന് താഴേക്ക് വീണു.
നീ എങ്ങോട്ട് പോവാനാ ഈ ബാഗൊക്കെ പാക്ക് ചെയ്യുന്നേ? പോകുക എന്റെ വേഗയും കൊണ്ട്. ഇനി ഇവിടെ നിന്നാൽ എല്ലാവരും പറഞ്ഞ് അവളുടെ മനസ്സ് മാറ്റിക്കും. എടാ, നീ പെട്ടെന്ന് ഇങ്ങനെ തീരുമാനിച്ച അമ്മ അറിഞ്ഞ എന്താവും? സ്റ്റോപ്പ്. നിങ്ങൾക്ക് അമ്മയ്ക്കും മകനും വേണ്ടത് സ്വത്തുക്കളായിരിക്കാം, പക്ഷെ എനിക്ക് വേണ്ടത് എന്റെ പെണ്ണിനെയാ. ഇവിടെ നിന്നാൽ ചിലപ്പോൾ പഴയ കാര്യങ്ങളെല്ലാം പുറത്തു വരും. അന്നത്തെ ആ ആക്സിഡന്റ് അത് എന്റെ അമ്മയും എന്റെ അച്ഛനും അപ്പച്ചിയും കൂടെ സ്വത്തുക്കൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണെന്നറിഞ്ഞാൽ തീരുമെല്ലാം. എനിക്ക് എന്റെ പെണ്ണിനെ നഷ്ടപ്പെടുത്താൻ വയ്യ. നീ പേടിക്കണ്ട, അവളെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. സൂര്യാകർമ്മയിൽ നിന്ന് അവർക്ക് കിട്ടേണ്ടതെല്ലാം ഞാൻ വാങ്ങിത്തരാം. എനിക്ക് സ്വത്ത് മാത്രം മതിയെന്ന് കരുതിയോ നീ? രുദ്ര, അവൾ എനിക്ക് വേണം. നാളത്തെ രജിസ്റ്റർ മാരേജ് നടക്കരുത്. ആ സ്റ്റീവ്, അവനെ ഞാൻ തീർക്കും. അതിന് നീ എന്റെ കൂടെ നിന്നേ പറ്റൂ. നോ വേ. നീ നിന്റെ കാര്യം എന്താന്ന് വെച്ചാ ചെയ്തോ. ഞാൻ ഇന്ന് തന്നെ വേഗയും കൊണ്ട് മുംബൈയിലോട്ട് പോകാം. ഓ നൈസ്. ഞാൻ പറഞ്ഞത് കേൾക്കാതെ നീ പോയാ? പിന്നെ നിന്റെ പെണ്ണിനെ നീ മറന്നേക്ക് അർജുൻ. അന്ന് അവർക്ക് നേരെ പാഞ്ഞു വന്ന ലോറി നിന്റെയും എന്റെ അമ്മയുടെയും ബുദ്ധിയാണെന്ന്. വേഗയുടെ എല്ലാ നഷ്ടങ്ങൾക്കും കാരണം നമ്മുടെ ഫാമിലിയാണെന്ന്. പിന്നെ ഇതെല്ലാം മറച്ചു വെച്ച് നീ അവളെ ചതിക്കാണെന്നറിഞ്ഞ പിന്നെ അവൾ ഒരിക്കലും നിന്നെ സ്വീകരിക്കില്ല. കുഞ്ഞെ, ഇത് കുഞ്ഞിന്റെ മാലയല്ലേ? വണ്ടിയിൽ നിന്ന് കിട്ടിയതാ. ആ ചേട്ടാ, ഇത് എന്റെ മാലയാ. ചേട്ടൻ പെട്ടെന്ന് വണ്ടി എടുക്ക്. ഹലോ വേഗ. ധ്രുവേട്ടാ, വേഗ, വേഗ നിനക്ക് എന്താ പറ്റിയേ? നീ എന്തിനാ കരയുന്നേ? എല്ലാരും കൂടെ എന്നെ പറ്റിക്കായിരുന്നു ധ്രുവേട്ടാ. അർജുനേട്ടനും ഹിന്ദുവേട്ടനും കൂടെ. എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ ഡ്രീം പാർക്കിൽ വെയിറ്റ് ചെയ്യാം. ഓക്കെ ഓക്കെ, താൻ കരയാതെ. ഞാൻ ഇപ്പൊ അങ്ങോട്ടേക്ക് വരാം. ഹലോ, എന്റെ മോള് ഇതാരെ നോക്കി നിൽക്കാ ഇവിടെ? ഇങ്ങോട്ട് വാടി. എന്താ കാണിക്കുന്നേ? എന്റെ കായ് വീട് വിക്രമേട്ടാ. പറഞ്ഞാ പിന്നെ നീ കേൾക്കില്ലല്ലോ. ഇവളിതെവിടെ പോയി? കാണാനില്ലല്ലോ. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ എല്ലാവരും എന്നോട് ഇങ്ങനെ? ചേച്ചി, നീ ഒന്നും ചെയ്തിട്ടില്ല വേഗ. പക്ഷേ ഞാൻ നിന്നെ ജീവന തുല്യം സ്നേഹിച്ചു പോയി. നീയില്ലാതെ എനിക്ക് പറ്റില്ല. നിന്നെ സ്വന്തമാക്കാൻ വേണ്ടി അവനെ തീർത്തിട്ടായാലും വേണ്ടില്ല. നീ പേടിക്കണ്ട, നിനക്കിപ്പോ ഒരു കൂട്ട് വരും. അലോഷി, ഇവർ രണ്ടുപേരെയും നോക്കിക്കോളേ. ഓക്കെ സാർ, നിങ്ങൾ പോയിട്ട് വാ. ചേട്ടൻ സ്റ്റീവിനെ കണ്ടായിരുന്നോ? ഞാൻ കുറെ നേരമായി ഇവിടെ വെയിറ്റ് ചെയ്യുന്നു. വേഗേനെയും കുറെ നേരമായിട്ട് കാണുന്നില്ല. വാ, നമുക്ക് നോക്കാം. ഹോപ്പിനെയും റാമിനെയും കൂടെ വിളിക്കാം. വേഗ ആരും കാണാതെ അവളുടെ കയ്യിൽ കെട്ടഴിക്കുന്നു. എന്നിട്ട് പതിയെ സ്റ്റീവിന്റെ അടുത്തേക്ക് പോകുന്നു. സ്റ്റീവ്, പെട്ടെന്ന് കൈ കാണിക്കേ. ഞാൻ കെട്ടയച്ചു തരാം. വേഗം ഒഴിക്ക് വേഗ. സ്റ്റീവ്, നീ ഇവിടെ നിൽക്ക്. ഞാൻ പെട്ടെന്ന് എന്റെ ഫോണിൽ നിന്ന് ധ്രുവേട്ടന് ലൊക്കേഷൻ അയക്കട്ടെ. ധ്രുവയ്ക്ക് ലൊക്കേഷൻ അയച്ച ശേഷം വേഗയും സ്റ്റീവും ഒന്നും അറിയാത്ത പോലെ അവിടെ തന്നെ ഇരിക്കുന്നു. എന്താ
രണ്ടും കൂടി ഭയങ്കര ചർച്ചയിലാണല്ലോ. അളിയ അർജുൻ, നീ ഇപ്പൊ തന്നെ നിങ്ങളായിട്ടുള്ള ആ ഫസ്റ്റ് നൈറ്റ് അങ്ങ് നടത്തിക്കോ. പിന്നെ ഇവൾ എങ്ങനെ നിന്നെ വിട്ടുപോകാനാ? അപ്പോഴേക്കും ഇവന്റെ കാര്യത്തില് ഞാനൊരു തീരുമാനാക്കിക്കോളാം. വേണ്ട അർജുനേട്ട, വേണ്ട പ്ലീസ്. വേണ്ട പ്ലീസ്, അവളൊന്നും ചെയ്യല്ലേ. വാടി ഇവിടെ, വരാനാ പറഞ്ഞേ. അർജുനേട്ട പ്ലീസ് പ്ലീസ്, എന്നൊന്നും ചെയ്യല്ലേ അർജുനേട്ട, എന്നെ വീട്. ദാ, നിനക്ക് എന്റെ പെണ്ണിനെ തന്നെ വേണമല്ലേ? സൂര്യ സാർ, ഇനി നിങ്ങൾ പോയിക്കോളൂ. ഇവരുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. മോനെ മോനെ വിക്രാന്ത്, ഓക്കെ ശരി, താങ്ക് യു സോ മച്ച്. എന്തെങ്കിലും ഫോർമാലിറ്റീസ് ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. ഓക്കെ സാർ, നടക്കും അങ്ങോട്ട്. വേഗമോളെ, സ്റ്റീവ്, നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? രുദ്രമോൾ പറഞ്ഞപ്പോഴാ ഞാനെല്ലാം അറിയുന്നേ. ഏയ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല അച്ഛാ. സ്റ്റീവ്, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഏയ് ഇല്ലടോ. എന്റെ മോൻ വിക്രാന്ത്, സൂര്യേട്ടാ. നിങ്ങൾ കരയണം. സ്വന്തം മകനെ ഓർത്തും ഇത്ര നാൾ ചെയ്തു കൂട്ടിയതിനെ ഓർത്തും. അവൻ ഈ വഴിയിലാവാൻ കാരണം നിങ്ങൾ ഒറ്റ ഒരാളാ. ഇത്രയും നാളും നിങ്ങളും നിങ്ങളുടെ മകനും കൂടെ എന്നെ കുറെ കഷ്ടപ്പെടുത്തിയില്ലേ? അതിന് ദൈവം തന്ന ശിക്ഷയായത്. ഇനി ഒരിക്കൽ പോലും ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു പോകരുത്. മക്കള് വാ, ഇപ്പൊ എല്ലാ പ്രശ്നങ്ങളും തീർന്നില്ലേ? നമുക്ക് വീട്ടിലേക്ക് പോവാം. എല്ലാവരും വായോ, നമുക്ക് ഇറങ്ങാം. അച്ഛാ, നിങ്ങൾ പൊക്കോ. എനിക്കും എന്റെ കെട്ടിയോൾക്കും കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ശരി ശരി, ഞങ്ങൾ പോവാം. നിങ്ങൾ പെട്ടെന്ന് അങ്ങോട്ട് എത്തിയേക്കണം. അപ്പോ ഓക്കെ അളിയാ. അപ്പോ നിനക്ക് എന്നോടൊന്ന് ക്ഷമിച്ചൂടെ? നിന്റെ ഓർമ്മയും നിന്റെ ജീവിതവുമായി ഞാൻ എന്നും കൂടെയുണ്ടാവും. നിന്റെ ആ പഴയ ധ്രുവയായി എന്റെ കൂടെ നീ ഇനി ഉണ്ടാവില്ലേ എന്റെ പെണ്ണായി?